നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സ്വകാര്യ കമ്പനികളിൽ കന്നഡികർക്ക് 100% സംവരണവുമായി കർണാടക സർക്കാർ എന്നൊരു വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നല്ലോ. 50% സംവരണം മാനേജ്മെൻറ്റ് പൊസിഷനിലും 75% സംവരണം നോൺ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലും 100% സംവരണം സി ഗ്രേഡിലും ഡി ഗ്രേഡിലുമുള്ള ജോലികൾക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് നടക്കാനൊന്നും പോകുന്നില്ല എന്ന് ആ വാർത്ത വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു. പക്ഷേ ഈ നീക്കം കന്നഡക്കാരിൽ അവിടെ ജീവിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളോട് വെറുപ്പ് വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പണ്ട് മഹാരാഷ്ട്രയിൽ ശിവസേന ഇത്തരമൊരു മണ്ണിൻ മക്കൾ വാദം കൊണ്ടുവന്നത് തമിഴരും കന്നഡിഗരും മലയാളികളുമൊക്കെ അടികൊള്ളാൻ കാരണമായതാണ്. കോടതി തള്ളിയാലും കന്നഡ പ്രാദേശികവാദത്തിനായി ഞങ്ങൾ പ്രയത്നിച്ചു എന്ന് കോൺഗ്രസ്സുകാർ അഭിമാനപൂർവ്വം വാദിക്കും. ഇനി ഇത് കോടതി തള്ളിയില്ലെന്ന് വെക്കുക, വെറുപ്പിൻ്റെ സ്ഥലത്ത് സ്നേഹത്തിൻ്റെ കട തുറന്നെന്ന് പറയുന്ന കോൺഗ്രസ്സിന് ജയ് വിളിച്ച കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഉൾപ്പെടെ സകല മലയാളികളും പെട്ടി പായ്ക്ക് ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന പ്രതീതി നിർമ്മാണമാണ്. പ്രാദേശികവാദം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിൽ നിക്ഷേപത്തിന് കമ്പനികൾ മടിക്കും. ഭാരതം തന്നെ ഇങ്ങനെ പ്രാദേശിക വൈര്യം നിലനിൽക്കുന്ന യൂണിറ്റി ഇല്ലാത്ത രാജ്യമാണെന്ന പ്രതീതി സൃഷ്ടിച്ച് മോദിയുടെ സാമ്പത്തിക പുരോഗമന ലക്ഷ്യങ്ങളെ തകർക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന അമ്മായിയമ്മ കോംപ്ലക്സാണ് കോൺഗ്രസ് കൊണ്ടു നടക്കുന്നതെന്ന് അവരുടെ സമീപകാല നിലപാടുകളെല്ലാം വ്യക്തമാക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിൽ സമാനമായ പ്രാദേശികവാദ നരേറ്റീവുകൾക്ക് തുടക്കമിട്ടിരുന്നു. എന്തായാലും കർണാടകയിലെ കോൺഗ്രസിൻ്റെ കന്നഡ പ്രാദേശികവാദവും തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ തമിഴ് പ്രാദേശികവാദവും കേരളത്തിലെ മാർക്സിസ്റ്റുകാരുടെ കേരള പ്രാദേശികവാദവും എല്ലാം കൂടെ കട്ടിംഗ് സൗത്ത് നരേറ്റീവിൻ്റെ കാര്യം കട്ടപ്പുകയായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ കൂടി കർണാടകത്തിലെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനാണ് കിട്ടിയത് എങ്കിലും അവിടുത്തെ സുഡാപ്പികൾക്ക് വലിയ സന്തോഷമായിരുന്നു. കോൺഗ്രസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കെന്ന് ഭരിച്ച് സുഖിക്കാം എന്നൊക്കെയായിരുന്നു ഈ സുഡാപ്പികൾ ഇതുവരെയും വിചാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് കന്നഡിക വാദവും പ്രാദേശികവാദവും ഒക്കെ പൊട്ടിമുളച്ച് വന്നപ്പോൾ സത്യത്തിൽ ഇത് പൊട്ടിമുളച്ചതൊന്നുമല്ല, നേരത്തെ തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. ആ പ്രാദേശികവാദത്തെ കോൺഗ്രസ് ഒന്നുകൂടി ഊതി പൊലിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. അത് ചീറ്റിപ്പോയാലും ശരി, ഞങ്ങൾ അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ പ്രാദേശികവാദം അവർ ജ്വലിപ്പിച്ച് നിർത്തുക തന്നെ ചെയ്യും. ഇതിനിടയിൽ രാഷ്ട്രീയ മോഹങ്ങൾ നശിക്കുന്നത് കണ്ട് സുഡാപ്പികൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. അവിടുത്തെ സുഡാപ്പികളുടെ ജീവിതം അല്ലെങ്കിൽ ഭാവി രാഷ്ട്രീയ ജീവിതം ഇനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.